ഹായ്, എല്ലാവർക്കും പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡാനഡിൻ്റെ ഓർഗൻ പൈപ്പ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രകൃതി ഭംഗി അത്രയധികം വിളിച്ചൂതുന്ന ഈ സ്ഥലത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്ലേസാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം ആരോഗ്യമുള്ള എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഓർഗൻ പൈപ്പ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതും അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അഗ്നിപർവ്വത രൂപീകരണം വഴി രൂപപ്പെട്ട കൽത്തൂണുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 10 to 13 മില്യൺ ഇയേഴ്സ് എഗോ ഇവിടെ ഒരു അഗ്നിപർവ്വത രൂപീകരണം ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ ഒരു പ്രകൃതിയുടെ രൂപമാറ്റം ആണ് ഈ കല്ലുകൾക്ക് ഈ സൗന്ദര്യം നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കാഴ്ചകളും എൻ്റെ അറിവുകളും ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ്. എല്ലാവർക്കും ഇത് വന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. വോളിയം 5 ഡാനഡിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നടപ്പാതകളിൽ നിന്നും നമുക്ക് പ്രത്യേക ഒരു എനർജിയും ഉണർവും എല്ലാം നമുക്ക് നൽകുന്നതാണ്. പ്രകൃതിയുടെ ഭംഗികൾ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്കും ഒരു അത്യാവശ്യം നല്ലൊരു മല കയറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ട്രക്കിങ് നല്ലൊരു അനുഭവമായിരിക്കും. ചെറിയൊരു കയറ്റം കയറിയപ്പോൾ തന്നെ ഞാൻ മടുത്തു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വനങ്ങളിൽ നിന്ന് മനാക്കു പ്ലാന്റിലേക്കും അതുപോലെ ആൽഫൈൻ പ്ലാന്റുകളിലേക്കുള്ള ഒരു ചെടികളുടെ ഒരു വ്യതിയാനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മറ്റുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. മനാക്ക് പ്ലാന്റുകൾ സൈഡുകളിലും അതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമ്മളെ ഒരുപാട് ഈ യാത്രയെ നമ്മൾ ആനന്ദഭരിതമാക്കും. മനാക്കു പ്ലാന്റുകളും നിൽക്കുന്നതാണ് മനാക്കു പ്ലാന്റുകൾ. മനാക്കു പ്ലാന്റുകളും അതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകളും നമ്മളുടെ ഈ യാത്രയെ ആനന്ദഭരിതമാക്കും. ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നോക്കുന്നത് ഡാനഡിൻ സിറ്റി കൗൺസിലാണ്. വനത്തിനോടുള്ള ഒരു നടപ്പാത എന്ന രീതിയിൽ വളരെ ആകർഷകമാണ് ഈ സ്ഥലം. ചെറിയ ചെറിയ പക്ഷികളുടെ കലകള ശബ്ദവും മനോഹരമായ ചെടികളുടെ ഭംഗിയും നമ്മളെ അത്യധികം മനസ്സിനെ ആനന്ദഭരിതമാക്കുന്നു. മനോഹരമായ ഒരു സ്ഥലമാണിത്. ഒരു വലിയൊരു കൂറ്റൻ പാറ, ആ പാറയുടെ അടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനോഹരമായ ഒരു സ്ഥലമാണ്.
അങ്ങനെ മലകയറ്റം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു നിരപ്പായ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാറയുടെ കുറച്ച് ഭാഗമാണ് ഈ കാണുന്നത്. നമ്മുടെ യാത്രകൾക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ യാത്ര ഒരിക്കലും നമുക്ക് വേസ്റ്റാകത്തില്ല. കാരണം അത്ഭുതകരമായ കൽത്തൂണുകൾ, അത്ഭുതകരമായ പാറക്കൂട്ടങ്ങളുടെ താഴ്വരയിലേക്കാണ് നമ്മൾ പോകുന്നത്. അന്തിശ്വാസം വലിച്ച് ഒരു മരം ഇവിടെ നിൽക്കുന്നുണ്ട്. ഏകദേശം കടപൊഴിയാറായി. ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളാക്കാതെ മറ്റുള്ളവരിലേക്കും ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ കാണുന്ന കാഴ്ചകളും ഇത് കാണാത്തവർക്കായി, ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? വളഞ്ഞും പുളഞ്ഞുമുള്ള ഈ കാട്ടുപാത വഴിയുടെ കാഠിന്യം കുറയ്ക്കുന്നു. ഓരോ സ്ഥലങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും. നമുക്ക് പറയാനുള്ളതും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതായത് ഓർഗൻ പൈപ്പ് എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസാണിത്. നമ്മൾ മെയിനായിട്ടും ഇത് കാണാനായിട്ട് നമ്മൾ വന്നത്. ഇതിൻ്റെ കാട്ടുപാതകളും അങ്ങനെയെല്ലാം നമ്മൾ കടന്ന് ഇതിൻ്റെ യഥാർത്ഥമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ സ്ഥലത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യാൻ. കാരണം ഇളകി കിടക്കുന്ന കല്ലുകളാണ് ഇതെല്ലാം. മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ കല്ലുകൾ കിടക്കുന്നത്. കടഞ്ഞ് എടുത്ത പാറക്കൂട്ടങ്ങൾ പോലെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പാമ്പോ അങ്ങനെയുള്ള ഇഴജന്തുക്കളോ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാം. ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അല്ലേ. എൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. ഇവിടെ വരാൻ നമുക്ക് ആർക്കും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് ഡനഡിൻ കൗൺസിലിൻ്റെ സ്ഥലമാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് അത് മുതലാകുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല കേട്ടോ. ഇതൊരു അഗ്നിപർവ്വത രൂപീകരണം വഴിയാണ് ഈ കല്ലുകൾ ഇങ്ങനെ രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. മനോഹരമായ ഈ കൽക്കൂട്ടങ്ങൾ മനുഷ്യനിർമ്മിതമെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഈ തൂണുകൾ നിങ്ങൾ വന്ന് കാണണം. ഇത് ഞാൻ മാത്രം ആസ്വദിച്ചാൽ പോരാ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവർക്കും വരാൻ കഴിയുന്നവരും ഇത് വന്ന് കണ്ട് ഇത് ആസ്വദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണിത്.
മനോഹരമായ ഈ കാഴ്ച കാണാതെ എന്തൊരു ഡനഡിൻ ലൈഫ്. നിങ്ങൾ നോക്കുക, അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശമാണിത്. ചെറിയ ചെറിയ കുന്നുകളും മലകളും അതിന് നടുക്കൂടെ ചെറിയ വീടുകളും ചെറിയ റോഡുകളും, ഇതെല്ലാം ഓരോ മനുഷ്യനെയും അവൻ്റെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന ഓരോ ഘടകങ്ങളാണ്. ഓരോ യാത്രയും നമ്മുടെ ഓരോ അനുഭവങ്ങളായി തീരട്ടെ. നമ്മളങ്ങനെ ട്രക്കിങ്ങിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കടക്കുകയാണ്. ഈ മലയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറാൻ ഒരു ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് നമുക്കറിയണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ എന്താർത്ഥം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഓരോ അഡ്വഞ്ചറും നമ്മുടെ ഇറ്റ് ഈസ് റിസ്കി, ബട്ട് ഇതിൽ ആൾക്കാർ നടന്നു പോകുന്നൊരു വഴി തന്നെയാണ് കേട്ടോ. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് എങ്കിലും I am trying to best. Yeah, it is very danger. Yes. താഴത്തേക്കൊന്ന് നോക്കാം. റൈറ്റ്. See, നമ്മളതിൻ്റെ മുകളിൽ കയറിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. എങ്ങനെ കയറും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ കയറാതെ നമ്മൾ ഇവിടെ വന്നതിൽ അർത്ഥമില്ലല്ലോ. ഓൾറൈറ്റ്. യെസ്. Yeah. It is a risky way. കതച്ചു മക്കളെ, കതച്ചു. അടുത്തു. മരങ്ങളെക്കാൾ മുകളിലെത്തി നമ്മൾ. ഇവിടെ മൊത്തം കുറ്റിച്ചെടികൾ മാത്രമുള്ളൂ ഗൈസ്. യെസ്, നടപ്പാതെ ഉള്ളതാണ് കേട്ടോ. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓ, അങ്ങോട്ട് നോക്കി, ആരാണ്ട് പണിത് വെച്ച് പണിക്കിരിക്കുന്നു അല്ലേ. റൈറ്റ്. ഓ, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. യെസ്, മനോഹരം, അതിമനോഹരം.
കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അടുക്കി വെച്ച് ഏതാണ്ട് ടൈൽസ് ഇട്ടുണക്കിരിക്കും. ഗുഡ്സാ, ഇതിനെ എന്താണ് പറയുക? ഈ പ്രതിഭാസത്തിനെയാണ് എന്താണ് നമ്മൾ പറയുക? നിങ്ങൾ തന്നെ പറയൂ. ഇത് വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടമല്ലേ? ഞാൻ ഏതായാലും എൻ്റെ ഏറ്റവും എൻഡിലെത്തിയിരിക്കുകയാണ്. വാവ്, നമ്മൾ വന്ന വഴി കണ്ടോ? അങ്ങ് താഴെ കൃഷി. നമ്മൾ വന്ന വഴിയാണ്. മുകളിലൊരു ടവറുണ്ട്, അത് വേറെ സ്ഥലമാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ സിഗ്നൽ ഹില്ലൊന്നും പോകണ്ട. ഇതാണ് യഥാർത്ഥ സിഗ്നൽ ഹില്ല്. ഓക്കെ, അപ്പം നമുക്ക് മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ, 100% സൂപ്പർ. ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റാകത്തില്ല, ഒരിക്കലും വേസ്റ്റാകത്തില്ല. നിങ്ങൾ വന്ന് പിന്നെ ഒരു കാര്യം, വളരെ റിസ്ക്കിയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഏകദേശം പോകാൻ പോവുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മനോഹരമായ പ്ലേസുകൾ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഡനഡിൽ താമസിച്ചിട്ട് കാര്യമില്ല. ഡനഡിൽ നിന്ന് 7 to 10 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് വാലിയിൽ നിന്ന് ഫോർട്ട് ചേമ്പേഴ്സിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ദ ഓർഗൻ പൈപ്പ് എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ വന്നിത് വിസിറ്റ് ചെയ്യണം. ഈ ഭംഗി നിങ്ങളും ആസ്വദിക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം വണ്ടർലെസ് വീൽ.